ഈ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇടയുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതൊരു വലിയ ചർച്ചയുമായിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് യുദ്ധം സൃഷ്ടിക്കുന്നത് അമേരിക്കയാണെന്നും അമേരിക്ക യുദ്ധത്തിലൂടെ ലാഭം കൊയ്യുകയാണെന്നുമാണ് പാകിസ്ഥാന്റെ ആരോപണം. അത് വലിയൊരു ആരോപണമാണ്. കാരണം യുദ്ധം സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ ലാഭം കൊയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോകത്ത് ഒരു അരാജകത്വം നിലനിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. ഇന്ന് വരെ പാകിസ്ഥാൻ അമേരിക്കയ്ക്കെതിരെ ഇങ്ങനെ പ്രത്യക്ഷ നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ പഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ ഈ സംഘർഷം പരമാവധി നീണ്ടു നിൽക്കണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചു. ഒന്നാമത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞാൽ ആണവ രാജ്യങ്ങളാണ്. ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആണവായുധങ്ങൾ പ്രയോഗിക്കാം. എന്നാൽ പോലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ ആയുധം വിൽക്കണം എന്നുള്ള നിലപാടാണ്. അപ്പോൾ ആയുധ വിൽപ്പനയുടെ ലാഭം കൊയ്യുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക അധപ്പതിച്ചുവെന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നു. അതും ഇക്കാലം അത്രയും അമേരിക്കയുടെ സഹായം സ്വീകരിച്ച പാകിസ്ഥാനാണ് പറയുന്നത്. ഈ നിലപാടെന്ന് പറയുന്നത് US-ന്റെ സൈനിക വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ സൈനിക വ്യവസായം എന്ന് പറഞ്ഞാൽ വളരെ വലുതും അതുപോലെ തന്നെ സുസ്ഥിരവുമാണ്. അതിലൂടെയാണ് അമേരിക്ക അവരുടെ GDP-യിൽ ഏറിയ പങ്കും കണ്ടെത്തുന്നതെന്നും പറയുന്നു. ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഖ്വാജ ആസിഫ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ക്ഷതമേൽപ്പിച്ചു. ഇത് ഖ്വാജ ആസിഫ് ആദ്യമായിട്ടല്ല, മുമ്പും ഇത്തരം തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. അതായത് പഹൽഗാം ആക്രമണം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ തുറന്നു പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തെ തീവ്രവാദത്തെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദം കയറ്റിയയക്കലായിരുന്നു ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വളരെ ചുരുങ്ങിയ അവസ്ഥയിൽ ഇടുങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് നിലനിൽക്കാൻ വേണ്ടി ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ ആർമി തന്നെ അവർക്ക് പരിശീലനം നൽകുന്നു. എന്നിട്ട് USSRന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ചൈനയുടെ ഒക്കെ ആവശ്യമനുസരിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് ഇവർ കയറ്റുമതി ചെയ്യുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി തകർന്നു പോയെന്നും ഞങ്ങൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തീവ്രവാദ രാജ്യമായി മുദ്ര കുത്തപ്പെട്ടുവെന്നും ഈ ഖ്വാജ ആസിഫ് പറയുന്നുണ്ട്. അപ്പോൾ ഖ്വാജ ആസിഫിൻ്റെ ഈ നിലപാടിനെ തള്ളണോ കൊള്ളണോ എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയില്ല. കാരണം ഇയാൾ പറഞ്ഞ കാര്യം കൃത്യമാണ്. അമേരിക്ക എല്ലായ്പ്പോഴും 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ, അതായത് ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാര്യം എടുത്താൽ തന്നെ 260 യുദ്ധങ്ങൾ അമേരിക്ക ഇടപെട്ടുണ്ടാക്കി. അപ്പോൾ ഇരയ്ക്കൊപ്പവും അമേരിക്ക നീങ്ങും, വേട്ടക്കാരനൊപ്പം നീങ്ങും. കാരണം രണ്ടുപേർക്കും ആയുധം കൊടുക്കാമല്ലോ. ശരിക്കും അമേരിക്കയുടെ നല്ല തന്ത്രമല്ലേ? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഈ സാമ്പത്തികം മാത്രം അവർ ലക്ഷ്യമിടുന്നത്, അല്ലാതെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു വരുന്നതൊന്നും അത് യഥാർത്ഥ സ്നേഹമല്ല. എപ്പോഴും മറ്റ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമേരിക്കയാണ്. അവിടെ എന്നിട്ട് പിന്നെ അമേരിക്ക ഒത്തുതീർപ്പ് ചെയ്യുന്നത് ഞങ്ങളാണെന്ന് വെറുതെ വീരവാദം അടിക്കുകയും ചെയ്യും. ട്രംപ് പല സംഭവങ്ങളിലും നമുക്കറിയാം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പലതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാനഡയെ കൂടെ കൂട്ടാനുള്ള തീരുമാനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അമേരിക്ക എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ പലപ്പോഴും കരുതും അമേരിക്ക നല്ല സ്നേഹമുണ്ടല്ലോ എന്ന് കരുതും. പക്ഷേ ഒരിക്കലും അല്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ലാഭം കിട്ടാൻ അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക എപ്പോഴും മുൻകൈ എടുക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അസ്ഥിരതയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വളർന്ന് വരുന്ന ഒരു സാമ്പത്തിക യന്ത്രം, അങ്ങനെയാണ് US-ന്റെ ഈ പ്രതിരോധ വിഭാഗത്തെ അല്ലെങ്കിൽ ആർമിയെയൊക്കെ തന്നെ ഈ ഖ്വാജ ആസിഫ് വിശേഷിപ്പിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ ഇവരെ തള്ളി പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു അമേരിക്ക വിചാരിച്ചു ഇതെന്തിനാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു തന്ത്രം കൂടിയുണ്ട്. കാരണം ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ ഏറ്റവും അധികം അവർക്ക് പിന്തുണയുമായി വരിക ചൈനയാണെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ പാകിസ്ഥാൻ വിചാരിച്ച പോലെ ചൈന വന്നില്ല. കാരണം ചൈന ഇന്ത്യയെ കുറ്റപ്പെടുത്തി അല്ല ഇന്ത്യ ചെയ്ത് ശരിയല്ലെന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഒരു സേഫ് സോണിൽ നിന്നാണ് കളിച്ചത്. കാരണം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഒരു വലിയ മാർക്കറ്റാണ്. 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ചൈനയ്ക്ക് അപകടമാണ്. കാരണം നമ്മളുമായിട്ട് ചൈന ഏതാണ്ട് $140 ബില്യൺ വ്യാപാരം നടത്തുന്നുണ്ട്. ഇതിൻ്റെ 10% വ്യാപാരം പോലും പാകിസ്ഥാനുമായിട്ടില്ല. അപ്പോൾ വെറുതെ ആയുധങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കാം, ഇന്ത്യയെ കുറ്റപ്പെടുത്തേണ്ടെന്നൊരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് ചൈന ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു നിലപാട് അമേരിക്ക തിരിച്ചറിഞ്ഞത്. കാരണം ഈ അമേരിക്ക എടുക്കുന്ന പോലെ ശക്തമായ നിലപാട് എടുക്കാത്തതുകൊണ്ട് തന്നെ ചൈനയെ ഇവർ കുറ്റപ്പറഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയെ കൂടെ പതുക്കെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കണം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഖ്വാജ ആസിഫിൻ്റെ ആരോപണം ഉണ്ടായത്. ഈ ഖ്വാജ ആസിഫ് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ട്രംപിനെ അനുകൂലിക്കുന്ന അമേരിക്കയെ അനുകൂലിക്കുന്ന കുറേ ആളുകൾ സമൂഹ മാധ്യമങ്ങൾ വന്ന്
തിരിച്ച് അടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ആയുധങ്ങൾ വേണം, അല്ലെ പാകിസ്ഥാന് പഹൽഗാം അറ്റാക്കിൻ്റെ സമയത്ത് ആയുധം വേണം, പ്രതിരോധ ഉപകരണം വേണം എന്ന് പറഞ്ഞ് അമേരിക്കയുടെ കാല് പിടിച്ചു. ഞങ്ങൾ ആയുധം തന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വന്നിച്ച് നിങ്ങളുടെ ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു, എയർബേസുകൾ തകർത്തു, അന്നേരം വന്നിച്ച് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാല് പിടിച്ചു. അന്നേരം ഞങ്ങളുടെ ട്രംപ് വന്ന് സഹായിച്ചു. ഉടനെ ഇവർ തിരിച്ചു പറയുന്നത് അതൊക്കെ ശരിയായിരിക്കും, മൂന്ന് പതിറ്റാണ്ടായിട്ട് തീവ്രവാദ ആക്രമണങ്ങളെ കൊണ്ടുവരുന്ന നിങ്ങളാണ്, ലോകത്ത് യുദ്ധം ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഉണ്ടായി. ഈ സമയത്ത് ചൈന സേഫ് സോണിലേക്ക് നിന്നും. അപ്പോഴാണ് അമേരിക്ക അടുത്ത ട്രംപ് കാർഡ് ഇറക്കിയത്. അതായത് നിലവിലൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഈ റിപ്പോർട്ട് പുറത്തേക്ക് ഇറക്കി. ആ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയ്ക്ക് തുല്യമായിട്ട് ചൈനയും ആണവ മേഖലയിൽ വളരാൻ പോകുന്നു. ഒപ്പം പാകിസ്ഥാനും ആണവായുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പോകുന്നു. അപ്പോൾ പാകിസ്ഥാന് ഈ ആണവായുധങ്ങൾ നൽകുന്നത് ചൈനയായിരിക്കും. നിലവിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 170ഓളം ആണവ പോർമുനകൾ ചൈനയുടെ കയ്യിലുണ്ട്. ഇത് കൃത്യമായ കണക്കൊന്നുമല്ല, ഒരു രാജ്യം അവരുടെ ആണവ രഹസ്യങ്ങൾ പുറത്തുവിടില്ല, ഏകദേശ കണക്കാണ്. ചൈനയുടെ കയ്യിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 600ഓളം ആണവായുധങ്ങളുണ്ട്. ഇത് 2030 1000ആയിട്ട് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകുമെന്നും ആ കൂട്ടുകെട്ടിലൂടെ ആണവായുധങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ ആക്രമിക്കുമെന്നുമാണ് അമേരിക്കൻ ഇന്റലിജൻസ് പുറത്തുവിട്ട വിവരം. ഈ വിവരം അനുസരിച്ച് ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്താൽ ഇനി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് പറ്റില്ല. അപ്പം നേരെ ആണവായുധം എടുത്ത് പ്രയോഗിക്കും. അപ്പം ഈ ആണവായുധം പ്രയോഗിച്ചാൽ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം വീണതിനപ്പുറത്തേക്ക് ഇന്ന് വരെ ലോകത്തിന് അതിനൊരു പരീക്ഷണശാലയായി മാറിയിട്ടില്ല. നമ്മുടെ പ്രകൃതി ദുരന്തമൊക്കെ സംഭവിക്കാം, വലിയ പ്രശ്നം. ഇപ്പം അമേരിക്ക പറയുന്നത് ഇവർ ആണവായുധം ഉപയോഗിച്ചാൽ ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമല്ല പ്രശ്നം, ചൈനയ്ക്കുണ്ട്, അഫ്ഗാനുണ്ട്, അതുപോലെ മ്യാൻമറിനുണ്ട്, സമീപത്തെ രാജ്യങ്ങൾക്ക്, സൗത്ത് ഏഷ്യക്ക് മൊത്തം പ്രശ്നം ഉണ്ടാവും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകണമെങ്കിൽ ഇവരെ നിരായുധീകരിക്കണം. അപ്പോൾ ഈ പാകിസ്ഥാനെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാന്റെ നിലപാട് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഇപ്പോൾ പാകിസ്ഥാനിലെ അവരുടെ പ്രതിരോധ ബജറ്റ് ഈ പഹൽഗാമിന് ശേഷം 2.5 ലക്ഷം കോടിയായിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിൽ തന്നെ വലിയൊരു പങ്ക് അവിടുത്തെ പൊളിറ്റീഷ്യൻസ്, അതായത് ഭരണകർത്താക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെ അടിച്ചു മാറ്റും. ഇനി ആർമിയെ നയിക്കുന്ന ആൾക്കാരുണ്ട്, സൈന്യാധിപൻ ഉൾപ്പെടെ, അവരും കുറേ പൈസ അടിച്ചു മാറ്റും. ബാക്കി പൈസയ്ക്കാണ് ഈ ആണവായുധം മേടിക്കുകയും ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങാനും ആണവായുധം പ്രയോഗിക്കുന്ന സാഹചര്യം വന്നാൽ ഈ രാഷ്ട്രീയക്കാരും സൈനിക മേധാവികളും മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. കാരണം അവരുടെ നിക്ഷേപം മുഴുവൻ മറ്റു രാജ്യത്താണല്ലോ. എന്നിട്ട് രണ്ടാം നിര സൈനിക നേതാക്കളെയും പാർട്ടി നേതാക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാണ്. കാരണം പാകിസ്ഥാനിലുള്ള ആളുകളുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ള. അവർക്ക് ലോകത്തെ വൻ ശക്തിയാകണ്ട, അവർക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഉയർന്നു വരണ്ട, അവർക്ക് ലോക രാജ്യങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ശക്തിയാകണ്ട. അവരുടെ ലക്ഷ്യം ഇന്ത്യ തോക്കണം, ഇന്ത്യ പരാജയപ്പെടണം. അതിനുവേണ്ടി ജിഹാദ് നടത്താൻ പോലും മനസ്സുള്ള ഒരുപാട് ആൾക്കാർ പാകിസ്ഥാനിലുണ്ട്, ഒപ്പം ആർമിയിലുമുണ്ട്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കും. ഇതാണ് അമേരിക്ക നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കക്കെതിരെ തിരിഞ്ഞപ്പോൾ അമേരിക്ക പാകിസ്ഥാനിട്ട് ഒരു പണിയുമായിട്ട് വന്നു. കാരണം ഇവർ ആണവായുധങ്ങൾ സംഭരിക്കുന്നുണ്ട്, അത് ഇന്ത്യയെ തകർക്കാനാണ്, നിങ്ങൾ സൂക്ഷിച്ചോണോ എന്നൊക്കെ പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഏതാണ്ട് 50ലധികം രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങളാണ്. ഇവർ പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവർ നിന്നില്ല. ഇപ്പൊ അവരൊരു യോഗം കൂടി ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, ഒമാന്, മസ്കറ്റ്, ഈ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞു. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായിട്ട് ഇന്തോനേഷ്യ ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു ടൈപ്പിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈജിപ്റ്റ് വരുന്നു. അപ്പൊ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയുമായിട്ട് സൈനിക ബന്ധങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനെ പോലുള്ള ഒരു ദരിദ്ര രാജ്യം എന്തിനാണ്? അങ്ങനെ പാകിസ്ഥാനെ അവരും തള്ളിക്കളയുന്നു. ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ ഭീകരവാദ രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറുകയാണ്. അങ്ങനെ ഒരു അരാജകത്വം വെച്ചു പുലർത്തുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ കിട്ടിയാൽ അപകടകരമാണ്. അതിനെ നിരായുധീകരണം നടത്തണമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. അങ്ങനെ നടത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റും. പണ്ട് സൗത്ത് ആഫ്രിക്കയും യുക്രൈനെയൊക്കെ നിരായുധീകരിച്ചാണ് ആണവ മേഖലയിൽ. അതുകൊണ്ട് അത്തരം ഒരു നീക്കം നടത്തണം. എന്തായാലും ഈ ഖ്വാജ ആസിഫിന്റെ ഈ നിലപാടുകളെ സാധൂകരിക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ അസിം മുനീർ ഒരു ഫോട്ടോ, അതായത് അസിം മുനീർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈന്യാധിപൻ, അയാൾ അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിന് ഒരു ചിത്രം കൊടുക്കുന്നു. അതിൽ പഹൽഗാം ആക്രമണത്തിൽ അവർ നേടിയ മുൻകൈ കാണിക്കുന്ന രീതിയിൽ, അതായത് ടാങ്ക് ഒക്കെ വെച്ച് വെടിവെക്കുന്നതും മനോഹരമായ ചിത്രങ്ങളാണ്. എന്നിട്ട് പറയുന്നു ഇന്ത്യക്ക് മേൽ ഞങ്ങൾ നേടിയ വിജയത്തിന്റെ ചിത്രമാണ്. പക്ഷേ ഫാക്ട് ചെക്ക് ലോകം നടത്തിയപ്പോൾ മനസ്സിലാകുന്നത് 2018 മറ്റോ ചൈന നടത്തിയ ഒരു പരിശീലന പരിപാടിയുടെ ചിത്രങ്ങളാണ്. കാരണം അവർ ടാങ്ക് ഒക്കെ ഉപയോഗിച്ച് വെടിവെക്കുന്നതിന്റെയും മറ്റ് ചിത്രങ്ങൾ എടുത്തിട്ട് ഇന്ത്യക്ക് നേരെ നടത്തിയ വെടിവെപ്പിന്റെ ചിത്രമാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ലോകത്തെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും
സൃഷ്ടിക്കാനും ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു. അപ്പൊ ഇത് പരാജയപ്പെടുത്തിയത് അമേരിക്കൻ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്നൊരു വ്യാഖ്യാനമുണ്ട്. അതിന്റെ കാരണം ഖ്വാജ ആസിഫ് അമേരിക്കയാണ് ലോകത്ത് യുദ്ധം ഉണ്ടാക്കുന്നതെന്നും ഞങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതെന്നും പറഞ്ഞ് അമേരിക്കയെ തള്ളി പറഞ്ഞു. ഇപ്പുറത്ത് ചൈനയെ ഏതാണ്ട് പ്രൊട്ടക്ട് ചെയ്ത നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവർ ആദ്യം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടിട്ട് പറഞ്ഞു, ചൈനയുമായിട്ട് ചേർന്ന് ആണവായുധങ്ങൾ സംഭരിച്ചു കൂട്ടുകയാണ് ഇസ്ലാമാബാദിൽ, എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ അവർക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ പഹൽഗാമിൽ വിജയമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയും അവിടുത്തെ സൈന്യാധിപനും ചേർന്ന് ഒരു വ്യാജ ചിത്രം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, അത് പൊളിച്ച് കൈ കൊടുത്തത്. അപ്പൊ അമേരിക്കയ്ക്കെതിരെ പാകിസ്ഥാൻ പണിഞ്ഞാൽ തിരിച്ചു പണിയുമായിട്ട് അമേരിക്ക വരും. അവര് തമ്മിൽ അടിക്കട്ടെ, ഇന്ത്യ അവിടെ കൈകെട്ടി അല്ലേ, ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോവാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.